നമസ്കാരം. പതിരും കതിരും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേൾക്കുമ്പോൾ മാക്രികൾ വരെ നമ്മളെ കോക്രി പിടിക്കുകയാണ്. ഗോവിന്ദൻ്റെ ഒറ്റപ്പെട്ട സംഭവത്തെപ്പറ്റിയുള്ള വിവരണം കേൾക്കുമ്പോഴാണ് കുണ്ടുകുളത്തിലെ തവളക്കുഞ്ഞുങ്ങൾ വരെ പുതുതായി കണ്ടുപിടിച്ച രസങ്ങൾ നമുക്ക് നേരെ പ്രയോഗിക്കുന്നത്. ശരിക്കും ഈ ഗോവിന്ദനാണ് ഒറ്റപ്പെട്ട ഗോവിന്ദൻ. ഈ പാർട്ടിയിൽ നന്നായി കോമഡി ചെയ്യാനുള്ള കഴിവ് ഒറ്റപ്പെട്ട ഗോവിന്ദന് മാത്രമേ ഉള്ളൂ. ചടയം ഗോവിന്ദൻ ഈ ഗോവിന്ദനെ പോലെ പെരുമാറിയിരുന്നെങ്കിൽ നമുക്ക് ഒറ്റപ്പെട്ടതെന്ന് പറയാൻ കഴിയില്ല. ഗോവിന്ദൻ്റെ പാർട്ടിക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും നീർനായയോ തൊരപ്പനെലിയോ ഒക്കെ ചിഹ്നമായി കിട്ടിയേക്കും. അതിലും ബെസ്റ്റ് അരിവാൾ കത്രിക നക്ഷത്രമാണ്. മന്ത്രി കത്രീനയെ ന്യായീകരിക്കാൻ എത്ര പേരാണെന്നോ ഇറങ്ങിയിരിക്കുന്നത്. കള്ളുമന്ത്രി മിന്നൽ രാജേഷ് മുതൽ ഡെസ്ക് മന്ത്രി ശിവതാണ്ഡവൻ വരെ, സ്ത്രീകളുടെ അഖില ലോക രക്ഷകി PK ശ്രീമതി വരെ. ഞങ്ങളുടെ മന്ത്രിയെ തൊട്ടാൽ ഞൊട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് DYFI സംഘം കവചം തീർക്കുകയാണ്. ഇനി കത്രിക വിഷയത്തിൽ കർമ്മണി പ്രയോഗവുമായി ഒരു വരവുണ്ട് കാരണഭൂതൻ. ആ വരവിനൊരു പ്രത്യേക താളമായിരിക്കും. ആരോഗ്യ മേഖലയുടെ അന്താക്ഷരി മന്ത്രവുമായി ശൈലജ കൂടി ഇറങ്ങിയതോടെ കട്ടയ്ക്ക് പ്രതിരോധമായി. ഏതവനാടാ പറഞ്ഞത് ആരോഗ്യ മേഖലയാകെ ജനത്തെ ചികിത്സിച്ച് നിലത്ത് കിടത്തിയിരിക്കുകയാണെന്ന്? പിന്നെന്തു വേണമെന്ന? ഉറങ്ങാൻ 2 ലക്ഷത്തിൻ്റെ കട്ടിലും കാർപ്പറ്റും സോഫയുമൊക്കെ വേണോ? ആശുപത്രിയിൽ സിസേറിയന് വരുന്നവരുടെ വയറ്റിൽ കത്രികയല്ലാതെ പിന്നെന്താ സ്വർണ്ണപ്പാളി വെക്കാൻ പറ്റുമോ? 50 വർഷം അകത്തിരുന്നാലും ഒരു കുഴപ്പവുമില്ലാത്ത സാധനമാണ് ഈ കത്രിക. ഒരുമാതിരിപ്പെട്ട ഡോക്ടർമാരുടെ എല്ലാം വയറ്റിൽ കത്രികയും പഞ്ഞിയുമൊക്കെ ഇരിപ്പുണ്ട്. മരമുറി ചാനലിലെ ആരോഗ്യ വിദഗ്ധൻ പറയുന്നതാണ് ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഇന്നു ചാകുന്നവനാണ് ആശുപത്രിയിൽ പ്രഥമ പരിഗണന. നാളെ ചാവുന്നവനെ മറ്റന്നാൾ നോക്കിയാൽ മതി. ഇന്ന് ചാവാൻ നേരവുമില്ല, നാളെ ചാവാൻ കാലനുമില്ല എന്ന് പറഞ്ഞ പോലെയായല്ലോ മരക്കുറ്റി ഇത്. മുതലാളി മരം വെട്ടുകാരനാണെങ്കിലും ഏത് വിഷയത്തിലാണ് അറിവില്ലാത്തത്? എലിവാണം മുതൽ മിസൈൽ വരെ, തലക്കുളത്തെ തലപ്പന്ത് കളി മുതൽ മെസ്സി വരെ. ചർച്ചയ്ക്കിടയിൽ കൃത്യമായി 5 10 വിരലുകൾ ഇങ്ങനെ ഇത്ര സൂക്ഷ്മമായി കൂട്ടിമുട്ടിക്കുന്നു എന്നത് അത്ഭുതമാണ്. സർക്കാർ ആശുപത്രിയിലെ സർജറി കണക്കുമായി DYFI എത്തിയിട്ടുണ്ട്. അവർ കൊടുത്ത പൊതിച്ചോറിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതലാണത്. ഗോവിന്ദൻ പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ സർജറി നടക്കുന്നത് കേരളത്തിലാണെന്നാണ്. അപ്പോൾ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുമായിരിക്കും. എന്തിനേയും കണക്ക് പറഞ്ഞ് ന്യായീകരിക്കാനുള്ള ഈ പാർട്ടിയുടെ അപാരമായ മിടുക്ക് നമ്മൾ കാണാതെ പോകരുത്. ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കണമെന്നുണ്ടെങ്കിലും താനിരിക്കുന്ന പദവി ഓർത്ത് മാത്രമാണ് സെക്രട്ടറി അടങ്ങുന്നത്. സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഏഷ്യാനെറ്റിൻ്റെ മണ്ടയ്ക്ക് കയറുന്നതാണ് വീണ ജോർജിൻ്റെ പതിവ്. ഇതുപോലെ പാർട്ടി ചോളവും തിനയും കൊടുത്ത് വളർത്തിയ ഒരു കുട്ടിയുണ്ടായിരുന്നു തലസ്ഥാനത്ത് മേയറായി അവതരിക്കാൻ. അതിനെ അങ്ങനെ പട്ടം പോലെ അയച്ചു വിട്ടുകൊടുത്തു. ഏതാണ്ട് 50 മണ്ഡലത്തിൽ CPMൻ്റെ അണ്ണാക്കിലടിക്കാൻ തക്ക ശക്തി വീണ ജോർജ് ആർജിച്ചിട്ടുണ്ട്. അത് കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുമോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. തകൃതിയായ ഉദ്ഘാടന പരമ്പരകളാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നടക്കാൻ പോകുന്നത്. 2 അറ്റവും കൂട്ടിമുട്ടാത്ത പാലം മുതൽ മേൽപ്പാലം വരെ ഡയലോഗ് കൊണ്ട് കൂട്ടിമുട്ടിക്കും വീണ ജോർജ്. മുൻവശം മാത്രം പെയിൻ്റ് അടിച്ച് ആശുപത്രി ശരിയാക്കി. പിന്നിൽ പില്ലർ മാത്രമേ ഉള്ളൂ. അകത്തേക്ക് കയറിയാൽ അഗാധ ഗർത്തത്തിൽ പതിക്കും. കത്തിയാളുന്ന തീനാളങ്ങളുടെ പശ്ചാത്തലത്തിൽ വീണ ജോർജ് സ്ലോ മോഷനിൽ വരുന്ന പടങ്ങളാണിപ്പോൾ ക്യാപ്സൂളുകാർ വാരി വിതറുന്നത്. സാരിക്ക് തീപിടിക്കുമോ എന്ന് കാണുന്നവർക്ക് ഭയം തോന്നും. പൂർത്തിയായ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ കാണിച്ചു തരാമെന്നാണ് മന്ത്രിയുടെ വെല്ലുവിളി. ഒരു റീത്ത് കണ്ടപ്പോൾ ഇത്രമാത്രം കരയുന്ന വീണ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഈ വകുപ്പ് ഭരിക്കാൻ തുടങ്ങിയ ശേഷം എത്ര മനുഷ്യരുടെ നെഞ്ചത്ത് റീത്ത് വെച്ച് കിടത്തേണ്ടി വന്നു? എത്ര മനുഷ്യർക്ക് ചികിത്സാ പിഴവ് കാരണം അവയവങ്ങൾ നഷ്ടമായി? ചികിത്സ കിട്ടാതെ മരിച്ച ചവറക്കാരൻ വേണുവിൻ്റെ മുഖം ഓർമ്മയുണ്ടോ? ചികിത്സാ പിഴവിൻ്റെ പേരിൽ മന്ത്രി റിപ്പോർട്ട് തേടിയത് 6 മാസത്തിനിടെ 46 പരാതികളിൽ. പക്ഷേ ഒന്നിലും യാതൊരു നടപടിയുമില്ല. ചികിത്സ വേണ്ടത് സിസ്റ്റത്തിനാണെന്ന് പറഞ്ഞ് സർക്കാർ ഡോക്ടർമാരുടെ സംഘടന സംവാദത്തിന് മന്ത്രിയെ വെല്ലുവിളിക്കുന്നു. മന്ത്രി പുറത്തിറങ്ങി വന്ന് മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്നു. സർക്കാർ കാട്ടുന്ന അവഗണനയ്ക്ക് ഡോക്ടർമാർ കണക്ക് തീർക്കുന്നത് പാവൻ രോഗികളോടാണ്. യാതൊരു യാഥാർത്ഥ്യബോധവും തിരിച്ചറിയാത്ത ഗോവിന്ദൻ ചിരിയും പല്ലുകടിയുമായി നിത്യവും വന്ന മാധ്യമങ്ങളെ പൂലയാട്ടുന്നു. ഘടാഘടികനായ പിണറായി വിജയനെ വരെ നിയന്ത്രിക്കുന്നത് ഏതോ അജ്ഞാത ശക്തിയാണ്. അപ്പോൾ പിന്നെ ശിവൻകുട്ടിയുടെയും വീണ ജോർജിൻ്റെയും ഒക്കെ കാര്യം പറയാനുണ്ടോ? പക്ഷേ ഗോവിന്ദനെ നിയന്ത്രിക്കുന്നത് ഏതോ പ്രകൃതി ശക്തിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഒരു മനുഷ്യന് വിപ്ലവകാരിയായി കോമഡിയും പറഞ്ഞ് ജീവിക്കാൻ കഴിയില്ല.